ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. സങ്കൽപ്പമാകുന്ന നുറുങ്ങുകൂട്ടി പ്രാണന്റെ അപ്പൂരകരേചകത്താൽ ഊതിപ്പിടിപ്പിച്ചൊരു യോഗവന്ഹി കത്തിയിടുമന്തപുരമാശ്രയം മേ. സാരസ്വതം കൊണ്ടു സുഷുമ്നയിങ്കൽ സപ്തസ്വരം കുണ്ടലി പാടിയപ്പോൾ സ്വാരസ്യഭംഗാൽ പുരികം ചുളിച്ച രാസിക്യ ചൂടാമണിയാശ്രയം മേ. എന്നുള്ളമാകും സരസീരുഹത്തിലാരാഗമാം പട്ടുവിരിച്ചതിന്മേൽ തൃപാദമൂന്നിക്കുഴലൂതി വാഴും കല്യാണഭൃംഗം കൃപ ചെയ്തിടട്ടെ. അഭക്തിയാമമ്മയെടുക്കുവാനായി കൈകാട്ടിടും വേളയിൽ മുക്തി തൻ്റെ ഒക്കത്തു നിന്നാശു കുതിച്ചു ചാടും ചിൽക്കാതലാം ബാലനൊരാൾ സഹായം. ഓരോന്നു വേദങ്ങൾ തിരഞ്ഞു നോക്കി തല്ലി തല്ലെന്നഖിലം വിലക്കി ഒടുക്കമാരും മുരിയും കളഞ്ഞു തനിച്ചു ശേഷിച്ച കഴമ്പു തിന്നാം. പിണച്ചു തൃക്കാൽ അധരാമൃതത്തിലണച്ചു കോലക്കുഴൽ മന്ദഹാസം തളിച്ചു കാരുണ്യ കടാക്ഷപൂരം പൊഴിച്ചു മിന്നും പൊലിമയ്ക്കു കൂപ്പാം. മാരന്റെ ചിൽപ്പൻ കൊടിയായി മിന്നും ആരാധിക പെൺകൊടി തൻ മനസ്സിൽ സർവാംഗവും കിക്ലി അണച്ചുകൊണ്ടു തുള്ളുന്നൊരവ്യക്തരതിക്കു കൂപ്പാം. കാളിന്തിയിൽ കാലടി വെപ്പിലെല്ലാം കല്യാണ സസ്യത്തിനു വിത്തുപാവി ക്രീഡിച്ചിടും രാധിക തൻ്റെ ഭാഗ്യസാമ്രാജ്യലക്ഷ്മിക്കു നമസ്കരിക്കാം. അമ്പാടിയിൽ പാർത്ത കുമാരിമാർത്തൻ ഭാസ്വൻ മനോവൃത്തികളിൽ സലീലം മായാതെയെന്നും നിഴലിച്ചു കാണും നീലപ്രകാശത്തെ നമിച്ചിടാം ഞാൻ. ധർമാർത്ഥകാമം വിതറിക്കൊടുക്കുമാം ന്യായമാം കൽപ്പകപാദപത്തെ താങ്ങും തണുപ്പേറിയൊരിന്ദ്രനീലരത്നത്തറയ്ക്കായി പ്രണമിച്ചിടുന്നേൻ. ചന്ദ്രാവലി പെൺമണി തൻ്റെ ഭാഗ്യ സൗഭാഗ്യമാകും കനകക്കുടങ്ങൾ
തൂവുന്ന ദിവ്യപ്രണയാമൃതത്താൽ ജീവിച്ചിടും കൽപ്പകമാശ്രയം മേ. ആരമ്യയാം രാധിക തൻ ശരീരലാവണ്യമാകുന്ന നിലാവെളിച്ചം ആലിംഗനം ചെയ്തു മറിച്ചിടുന്ന നീലാംബുദത്തിനു നമിച്ചിടുന്നേൻ. മിഴിക്കുമയ്യായി കുടയായി മുടിക്കു നെറ്റിക്കു പൊട്ടായി മുലയ്ക്കു പട്ടായി താമ്പൂലമായി ചുണ്ടിനരയ്ക്കു നൂലായി ശ്രീരാധയേൽക്കും ഹരിപാദമോർക്കാം. അബുദ്ധനും ക്രിസ്തുവുമായി പലേടമിയുപ്പുവെള്ളത്തിൽ വന്നു പൊങ്ങാൻ പാലാഴിയിൽ കൂളിയിടക്കിടുന്ന ലീലാശരീരത്തിനു തൊഴുന്നു ഞങ്ങൾ. നന്ദന്റെ മുറ്റത്തനുരാഗപൂർവമേതോ മഹാഭാഗ്യമെഴും കരങ്ങൾ നട്ടോരു പച്ചത്തുളസിത്തടത്തിൽ 4 ലിറ്റു കണ്ണീർ ചൊരിയട്ടെ ഞാനും. കാളിന്തി വക്കിൽ പ്രണയാദ്രി പറ്റി വാഴുന്ന നീലാംബുരുഹത്തിൽ നിന്നും വീഴട്ടെ 2 ഇറ്റു തണുത്ത നീരീ വേഴാമ്പലിൻ വറ്റിവരണ്ടവായിൽ. കൈവല്ലിയെന്നൂഴിയിലൂന്നി മറ്റേ കൈകൊണ്ടു പൈക്കുട്ടിയെയുന്തി നീക്കി പൈമ്പാലു തള്ള പശുവിനകിട്ടിൽ മുട്ടിക്കുടിക്കും കരുണയ്ക്കു കൂപ്പാം. ആരെ സ്മരിക്കുന്നതെനിക്ക് പൂരമാരെ കുറിച്ചോതുവതൻ സ്വധർമ്മം. ആർ മുന്നിൽ മിന്നുന്നതെനിക്കു മോക്ഷമാരുദേശൻ വിജയിച്ചിടട്ടെ. അകത്തു മറ്റൊക്കെ മറന്നുകൊണ്ടു മുകുന്ദപാദാംബുജമൊന്നു മാത്രം മുകർന്നുകൊണ്ടങ്ങിനെ നാൾ നയിക്കാൻ അനുഗ്രഹം ശ്രീഗുരു നൽകിടട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമ. പൊന്നുഗുരുവായൂരപ്പൻ്റെ ഭാഗവത സൂര്യൻ്റെ അനുഗ്രഹ കിരണങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 984 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 12ാമത്തെ സ്കന്ധത്തിൽ 12ാമത്തെ അധ്യായത്തിൽ 44ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭാഗവത സമർപ്പണത്തിലേക്ക് നാം അനുദിനം അനുനിമിഷം അടുത്തുകൊണ്ടിരിക്കുന്നു. 44ാമത്തെ ശ്ലോകത്തിൽ ദ്വാദശ സ്കന്ധത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ചതുർവിധശ്ച പ്രളയ ഉൽപ്പത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജർഷേർ വിഷ്ണുരാധസ്യ ധീമത. ഇവിടെ 4 തരത്തിലുള്ള പ്രളയങ്ങളെക്കുറിച്ച് പറയുന്നു ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിൽ. ആത്യന്തികം, പ്രാകൃതികം, നൈമിത്തികം, നിത്യം. ഇതിന് ആത്യന്തികി, പ്രാകൃതികി, നൈമിത്തികി, നിത്യ എന്നിങ്ങനെ 4 തരത്തിലാണ് പ്രളയങ്ങളെ വിഭജിച്ചിട്ടുള്ളത്. 3 തരത്തിലുള്ള ജീവികളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ധീമാനായിരിക്കുന്ന ആ ശ്രീമാനായിരിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഒരുങ്ങിയ
അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഭഗവാൻ രക്ഷിച്ച, അതുകൊണ്ട് തന്നെ വിഷ്ണുരാതൻ എന്ന് അറിയപ്പെടുന്ന പരീക്ഷിത്ത്, ആ പരീക്ഷത്തിന് ബ്രഹ്മരാതൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ശ്രീ ശുബ്രഹ്മർഷി നൽകിയ ബ്രഹ്മോപദേശം, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം എന്ന ആ അതിവിശേഷമായിട്ടുള്ള ഉപദേശം, ആ ഉപദേശം സ്വീകരിച്ചിട്ട് പരീക്ഷിത്ത് ശ്രീ ശുബ്രഹ്മർഷിയുടെ കാക്കൽ വീണങ്ങനെ നമസ്കരിച്ചു. ശ്രീ ശുബ്രഹ്മർഷി ചോദിച്ചു, കിം ഭൂയ ശ്രോതുമിച്ഛസി, ഇനി എന്താണ് അങ്ങ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തായാലും ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിത്ത് ശ്രീ ശുബ്രഹ്മർഷിയോട് എന്താ പറഞ്ഞത്? ഞാൻ സിദ്ധനായിക്കഴിഞ്ഞു, ഞാൻ അനുഗ്രഹീതനായിക്കഴിഞ്ഞു, അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം എന്നാണ് പറയുന്നത്. സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി ഭവതാ കരുണാത്മന, അങ്ങയുടെ കാരുണ്യാതിരേകം കൊണ്ട് എനിക്ക് സിദ്ധപദത്തിലേക്ക് എത്താൻ സാധിച്ചു, ഞാൻ അനുഗ്രഹീതനായി എന്നാണ് പറയുന്നത്. കാരണം ആ ജന്മമരണാദി ഷഡ്ഭാവങ്ങൾ, ഷഡൂർമികൾ എന്ന് പറയും, അതൊന്നുമില്ലാത്ത ആ ശ്രീഹരി സ്വരൂപത്തെ, അനാദിനിധനായിരിക്കുന്ന ഹരിയുടെ സ്വരൂപത്തെ, ആദിയും അന്തവുമില്ലാതിരിക്കുന്ന സാക്ഷാൽ ഹരി, നിത്യസത്യമായിരിക്കുന്ന ആ ഹരി മേ ശ്രാവിത, എനിക്ക് കാട്ടിത്തന്നു, എനിക്ക് പറഞ്ഞു തന്നു, എനിക്ക് ഉപദേശിച്ചു. ആ സ്വരൂപപ്രാപ്തിക്ക് വേണ്ട വഴിയാണ് അങ്ങ് പറഞ്ഞു തന്നത്. അപ്പോൾ പറയാണ്, ആത്മസ്വരൂപത്തെ അറിയാത്തത് കൊണ്ട് ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള ദുഃഖങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ആ ശ്രീഹരിയിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന മഹാത്മാക്കൾ ചെയ്യുന്ന അനുഗ്രഹം വളരെ വലുതാണ്. എനിക്കത് കിട്ടിയല്ലോ, വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ് വീണിങ്ങനെ നമസ്കരിച്ചു. പുരാണ സംഹിതയായ ആ ഭാഗവതത്തെ എനിക്ക് അങ്ങയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. അതിൻ്റെ പ്രത്യേകത എന്താ? അത് ആ കേൾക്കുന്ന ആ അവസരത്തിൽ തന്നെ വയം അശ്രൗഷ്മ, ഞങ്ങൾ ശ്രവിച്ചു, എല്ലാ തരത്തിലുള്ള അജ്ഞാനത്തെയും നശിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയവനാണ് ഭഗവാൻ. ആ ഭഗവാനെ ഓർക്കാൻ സാധിച്ചില്ലേ, സന്തോഷമായി എന്ന് പറഞ്ഞ് കാക്കൽ വീണ് നമസ്കരിച്ചു. ആ രംഗമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ സൂതപൗരാണികൻ ശൗനകാദികളെ ഓർമ്മിപ്പിച്ചത്. ഏതായാലും പിന്നീടോ അതേപോലെ തന്നെ വേണ്ടത് വേണ്ട പോലെ മനസ്സിലാക്കി കഴിഞ്ഞ ആ പരീക്ഷത്തിന് തക്ഷകദംശനം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അതാണ് രാജർഷേർ വിഷ്ണുരാതസ്യ ധീമത ദേഹത്യാഗശ്ച. വിഷ്ണുരാതനായിരിക്കുന്ന ആ പരീക്ഷത്തിൻ്റെ ദേഹത്യാഗത്തെയും അവിടെ പറഞ്ഞു. പിന്നെയോ അത് കഴിഞ്ഞ് ശാഖാപ്രണേന മൃഷേർ മാർക്കണ്ഡേയസ്യ സൽക്കഥ മഹാപുരുഷ വിന്യാസ സൂര്യസ്യ ജഗദാത്മന. ശ്രീമദ് ഭാഗവതം പൂർത്തിയാകുന്ന, സമർപ്പിക്കപ്പെടുന്ന ആ 11ാമത്തെ അധ്യായത്തെയും അവിടെ സൂചിപ്പിച്ചു. നോക്കൂ, മാർക്കണ്ഡേയൻ്റെ കഥ വളരെ വിസ്തരിച്ചു പറഞ്ഞു. മാർക്കണ്ഡേയൻ്റെ കഥയും നമുക്കും ഒന്ന് സ്മരിക്കാം ഈ സമർപ്പണ സന്ദർഭങ്ങളിൽ. മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ ഭഗവാൻ 3 രൂപത്തിൽ, ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി എന്ന് പറയുന്ന, പലതായി കാണുന്നുവെങ്കിലും ഒന്ന് തന്നെയായിരിക്കുന്ന ചൈതന്യമൂർത്തി 3 തരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ആ ചിത്രശിലയിൽ ഭഗവാനെ പുഷ്പഭദ്രാ നദിയുടെ തീരത്തുള്ള ആശ്രമത്തിലിരുന്ന് ആദരിച്ചിരുന്ന, ഭജിച്ചിരുന്ന, തപസ് ചെയ്തിരുന്ന മാർക്കണ്ഡേയൻ്റെ മുമ്പിലേക്ക് കാമദേവനും പരിവാരങ്ങളും വന്ന് തോറ്റോടി. പിന്നീടാണ് സാക്ഷാൽ നരനാരായണ ഋഷിയായി, നരനാരായണന്മാരായി മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. ദ്രക്ഷ്യേമായാം എന്ന് പറഞ്ഞതും മായയെ കാണാനുള്ള മോഹത്തെ അറിയിച്ച മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചും കൊണ്ട് നരനാരായണന്മാര് അവിടുന്ന് യാത്രയായി.
ഏതായാലും അധികം വൈകാതെ എന്താണ് മായ എന്ന് മാർക്കണ്ഡേയന് അറിയാൻ സാധിച്ചു. എങ്ങനെ അറിയാൻ സാധിച്ചു? ആദ്യം മനസ്സിലായില്ല. കാരണം താനിരിക്കുന്ന ആ ആശ്രമമടക്കം കനത്ത മഴയിലും കാറ്റിലും വെള്ളത്തിലും, ആ വെള്ളത്തിനടിയിലേക്ക് ആണ്ടാണ്ട് പോയി താൻ വെള്ളത്തിന് മുകളിൽ ഉയർന്നും വെള്ളത്തിന് താഴേക്ക് താഴ്ന്നും ഒക്കെയായി നിരവധി കാലം അങ്ങനെ സഞ്ചരിച്ചതായും ഏറ്റവും ഒടുവിൽ കരാരവിന്ദേന പദാരവിന്ദം എന്ന രീതിയിൽ പാദാരവിന്ദത്തെ കരത്തിലാക്കി കിടക്കുന്ന ഒരു ഉണ്ണിയെ അങ്ങ് അകലെയായി കണ്ടു. ആ നീലരത്നത്തെ എത്തിപ്പിടിക്കാൻ മോഹിച്ച മാർക്കണ്ഡേയൻ ആ ഉണ്ണിയുടെ ശ്വാസനിശ്വാസങ്ങൾക്കൊപ്പം അകത്തേക്കും പുറത്തേക്കും വന്നു പലവട്ടം. ഒടുവിൽ സ്വാശ്രമേ പൂർവവൽസ്ഥിത, എങ്ങനെയാണോ താൻ തൻ്റെ ആശ്രമത്തിൽ ഇരുന്നിരുന്നത് അതേപോലെ തിരിഞ്ഞിരിക്കണു. അപ്പൊ ഈ കണ്ടത് മുഴുവൻ അതാണ് മായ എന്ന തിരിച്ചറിവ് മാർക്കണ്ഡേയനുണ്ടായി. വീണ്ടും ഭഗവാനെ ഭജിച്ചു. അപ്പോഴാണ് സാക്ഷാൽ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്ന് ഭക്തന്മാര് പ്രാർത്ഥിക്കുന്ന ആ ഉമാമഹേശ്വരന്മാര് മാർക്കണ്ഡേയന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഉള്ളിൽ മിന്നിത്തിളങ്ങിയ ആ കണ്ണനാമുണ്ണിയുടെ രൂപം അത് മാറി മുക്കണ്ണന്റെ രൂപത്തിലേക്ക് വന്നപ്പോ ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിവുള്ളവനാണ് മാർക്കണ്ഡേയൻ. എങ്കിലും ഒന്ന് അത്ഭുതപ്പെട്ടു. കിമിതം കുതയേ വേദി, എന്താണിത് എന്ന് വിചാരിച്ച് കണ്ണടച്ച് തപസ് ചെയ്തുകൊണ്ടിരുന്ന മാർക്കണ്ഡേയൻ കണ്ണ് തുറന്നപ്പോ കണ്ടത് കണ്ണനെയല്ല മുക്കണ്ണനെയാണ്. പാർവതീ സമേതനായിരിക്കുന്ന മഹാദേവനെയാണ്. കാക്കൽ വീണ് നമസ്കരിച്ചു. മഹാദേവനും മാർക്കണ്ഡേയനോട് ചോദിക്കുകയാണ്, എന്താ അങ്ങക്ക് വരം വേണ്ടത് എന്ന്. ഒരു വരവും വേണ്ട. ഭാഗവതം എന്താണോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു തരികയാണ് മാർക്കണ്ഡേയൻ. വരമേകം വ്രണേധാപി പൂർണാൽ കാമാഭിവർഷണാൽ ഭഗവത്യച്യുതാം ഭക്തിം തൽപരേഷു തഥാത്വയി. ഭഗവാനിലും ഭഗവത് ഭക്തന്മാരിലും അങ്ങയിലും അചഞ്ചലമായ നശിക്കാത്ത അച്യുതമായ ഭക്തി, അനപായിനിയായ ഭക്തി പകർന്നു തരണേ. മഹാഭക്തനായ ഉദ്ധവനും ഭഗവാനോട് ചോദിക്കുന്നത് അത് തന്നെയാണ്. ധ്രുവനും പ്രഹ്ലാദനും ചോദിക്കുന്നത് അത് തന്നെയാണ്. നശിക്കാത്ത ആ ഭക്തി ഞങ്ങളിൽ ഉണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധവൻ പ്രാർത്ഥിച്ചില്ലേ, നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേ രതി സ്യാദ് അനപായിനി എന്ന് പ്രാർത്ഥിച്ച ഉദ്ധവനെ പോലെ നമുക്കും ഈ ഭാഗവത സമർപ്പണ രംഗങ്ങളിലേക്ക് നമുക്ക് എത്തുമ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് അതാണ് എന്ന് ഭാഗവതം പറഞ്ഞു തരുന്നു. അങ്ങനെ മാർക്കണ്ഡേയൻ ചിരായുവായി, ചിരഞ്ജീവിയായി, പുരാണ ആചാര്യനായി മാറിയ രംഗം പറഞ്ഞതിന് ശേഷമാണ് ശാഖാപ്രണേന മൃഷേർ മാർക്കണ്ഡേയസ്യ സത്കഥ, മാർക്കണ്ഡേയന്റെ സച്ചരിത്രം അപ്പോ അത് അവിടെ സൂചിപ്പിച്ചു. അതിനുശേഷം മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന, ഈ ജഗത്തിന്റെ മുഴുവൻ, ലോകത്തിന്റെ മുഴുവൻ ആത്മാവായിരിക്കുന്ന സൂര്യന്റെ വ്യൂഹവിന്യാസം, അതാണ് അവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. 45-ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയണത്. എന്നിട്ട് പറഞ്ഞു, ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠ യൽപൃഷ്ഠോഹമിഹാസ്മി വാ ലീലാവതാര കർമാണി കീർത്തിതാനീഹ സർവത. കീർത്തിതാനീഹ സർവശ, രണ്ട് രൂപത്തിൽ പാഠഭേദം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, ഹേ ദ്വിജശ്രേഷ്ഠ, നിങ്ങൾ ഇവിടെ വെച്ച് എന്താണോ എന്നോട് ചോദിച്ചത്, യൽ പൃഷ്ടോഹമിഹാസ്മി വാ, ആ ലീലാവതാര കർമാണി കീർത്തിതാനീഹ സർവശ,
ആ ശ്രീഹരിയുടെ, ആ ഭഗവാന്റെ, ആ കാരുണ്യമൂർത്തിയുടെ ലീലാവതാര കർമ്മങ്ങളെ ഞാൻ ഈ ഭാഗവതത്തിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് പലയിടത്തുമായി അതിനെ പറഞ്ഞു വെച്ചു. നിങ്ങൾ എന്തൊക്കെ ചോദിച്ചുവോ അതിനുള്ള മറുപടിയായിട്ട് നിങ്ങൾ ചോദിച്ചതിനനുസരിച്ചാണ് ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് പറയുന്നു. എന്നിട്ടോ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവത് നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വം. പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരേ നമ ഇത്യുച്ചേർ മുച്യത്തെ സർവപാതകാൽ. നമ്മൾ ആ ശ്ലോകങ്ങൾ പാരായണം ചെയ്ത സന്ദർഭത്തിൽ ഉറക്ക ജപിച്ചു. ഓരോ സപ്താഹവേദിയിലും നമ്മൾ ഉറക്ക ജപിക്കാറുണ്ട് ഹരേ നമ എന്നുള്ളത്. ഭാഗവതത്തിൽ എവിടെ നാമസങ്കീർത്തനം നടക്കണോ അവിടെയൊക്കെ അത് ഉറക്ക ജപിക്കാറാവണം. എവിടെ നാമങ്ങൾ കേൾക്കുന്നുവോ അത് കേൾക്കുന്ന മാത്രയിൽ ആനന്ദത്തോടുകൂടി ഉറക്ക ജപിക്കാറാവണം. ഉറക്ക ജപിക്കുമ്പോഴാണ് നമ്മളിലെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഹന്തയും മമതയും നശിക്കുള്ളൂ. അതുകൊണ്ടാണ് പൂർവസൂരികൾ നമ്മളോട് പറയണത് ഹരേ നമ ഇത്യുച്ചേർ, ഉറക്ക ജപിച്ചോളൂ എന്ന് പറയാണ്. ഇപ്പൊ ഭാഗവത ശ്രവണ കീർത്തനാദി ഫലം എന്താണ്? പതിത സ്ഖലിത ആർത്തഹ. അപ്പോ വീഴുകയോ ഇടറുകയോ അതല്ലെങ്കിൽ ആ ആർത്തനായിട്ട് തീരുകയോ, ക്ഷുത്വാവാ വിവശോബ്രുവൻ, ഇനി തുമ്മുക ഒക്കെ ചെയ്യുമ്പോൾ, കുട്ടികളൊക്കെ തുമ്മുമ്പോൾ നമ്മൾ പതിവുണ്ട് അല്ലേ, ഹരികൃഷ്ണ എന്ന് പറയും. അതെന്താ? ആ നിമിഷം നമ്മുടെ ആ ശ്വാസോച്ഛ്വാസം ഒന്ന് നിന്നു പോകുന്നുണ്ടെന്നാണ് പറയുക. അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഈ സന്ദർഭങ്ങളിലൊക്കെ എന്ത് പ്രാർത്ഥിക്കണം? ഹരേ നമ, ആ ഹരിക്കായി നമസ്കാരം, ശ്രീഹരിക്കായി നമസ്കാരം എന്ന് ഉച്ചത്തിൽ പാടുന്നവൻ, ഉച്ചത്തിൽ ഉച്ചരിക്കുന്ന മനുഷ്യൻ സർവപാതകങ്ങളിൽ നിന്നും ഉച്യതയെ സർവപാതകാൽ, എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരായി തീരും, മുക്തരായിട്ട് തീരും എന്ന് പറയുന്ന ആ 47-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 48-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.